ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് നടത്തുന്ന പ്രത്യേകമായ ഇടപെടലാണ്. മാനുഷികവും ഭൗതികവുമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം സവിശേഷമായ വഴികളിലൂടെ ഒരുവനെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് ആ ജീവിതത്തിൽ ദൈവം മുദ്രകുത്തുന്നു. തൻ്റെ സന്ദേശവാഹകനും ദൗത്യവാഹകനുമായി ഈ ലോകത്തിൽ അവനെ ദൈവം പ്രത്യേകമാംവിധം നിയോഗിക്കുന്നു. ഓരോ നിയോഗങ്ങളും ഓരോ ദൈവവിളികളാണ്. പൗരോഹിത്യത്തിലൂടെയും സന്യാസത്തിലൂടെയും ഒപ്പം വേദനകളുടെയും സഹനങ്ങളുടെയും ഇടുങ്ങിയ വീഥികളിലൂടെയും ദൈവത്തോട് ആത്മാക്കളെ അടുപ്പിക്കുന്ന മഹത്തായ ദൈവവിളി. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ സ്വദേശിയെങ്കിലും വൈദികനായതു മുതൽ മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ജോർജ് മൂലയിലച്ചൻ സേവനം ചെയ്യുന്നത്. ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ദൗത്യങ്ങളിലും സ്തുത്യർഹമാംവിധം വിജയം വരിക്കുകയും ഏവർക്കും മാതൃകയായി തീരുകയും ചെയ്ത ഒരു പ്രവർത്തന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റേത്. 10 വർഷത്തോളം മാനന്തവാടി രൂപതയുടെ മൈനർ സെമിനാരിയുടെ റെക്ടർ, രൂപതാ മതബോധന ഡയറക്ടർ, വികാരി ജനറൽ തുടങ്ങിയ ഏറെ നേതൃരംഗങ്ങളിലും വചനപ്രഘോഷണം, ഇടവകാഭരണം തുടങ്ങിയ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സേവനകാലങ്ങൾ പ്രശോഭിതമായിരുന്നു. ചക്കിട്ടപ്പാറ മൂലയിൽ തോമസ് മറിയം ദമ്പതികളുടെ സവിശേഷമായ ബോധ്യങ്ങളും പ്രാർത്ഥനാ ജീവിതവുമാണ് ജോർജച്ചനെ ഏറ്റവും തീക്ഷ്ണതയോടെ തൻ്റെ വിളിയിൽ നിലനിൽക്കുവാൻ സഹായിച്ചത്. തൂങ്കുഴി പിതാവുമായി മുമ്പേ തന്നെ ഉണ്ടായിരുന്ന വലിയ ബന്ധമാണ് അച്ഛൻ്റെ വൈദിക പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ പ്രേരകമായത്. തലശ്ശേരി മൈനർ സെമിനാരിയിലെ പഠനത്തിനു ശേഷം വടവാതൂർ മേജർ സെമിനാരിയിലേക്ക് കടന്നു ചെന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഏറെ അനുഗ്രഹീതമായിരുന്നു. അന്ന് റെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെയും സ്പിരിച്വൽ ഫാദറായിരുന്ന മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരി അച്ഛൻ്റെയും ഇടപെടലുകളെയും സ്വാധീനത്തെയും ഏറെ സ്നേഹത്തോടെ മൂലയിലച്ഛൻ സ്മരിക്കുന്നു. ദൈവം പ്രത്യേകമായി മുദ്രവെച്ച തൻ്റെ പ്രിയങ്കരനായ ആ ശുശ്രൂഷകനെ സഹപാഠികളും ഏറെ മതിപ്പോടെയാണ് സമീപിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു മൂലയിലച്ഛനെ വിവിധ തലങ്ങളിലൂടെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വിശേഷവിധിയായ സാക്ഷ്യം വഹിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്നുവെന്ന്. കാരണം സെമിനാരി കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരും ഒത്ത് മുഴുകുമായിരുന്നുവെങ്കിലും അതോടൊപ്പം തന്നെ രോഗപീഠകളും കൂടെ ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒന്നാന്തരം കലാകാരനാണ്, നല്ല വാഗ്മിയാണ്, ബൗദ്ധിക ശക്തിയുള്ള ആളാണ്. കലാകാരനെന്ന നിലയിൽ സ്റ്റേജിൽ നല്ല ഒന്നാന്തര അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയും ഞാൻ തന്നെയും അദ്ദേഹത്തിൻ്റെ കൂടെ നാടകങ്ങളിൽ അദ്ദേഹം അപ്പനായിട്ടും ഞാൻ മകനായിട്ടുമൊക്കെ അഭിനയിച്ചത് ഇപ്പോൾ ഓർക്കുകയാണ്. കലാരംഗത്ത് മികവ് പ്രകടിപ്പിച്ചിരുന്നു, ബൗദ്ധിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനൊക്കെ ഉപരിയായി ഒരു നല്ല സഹോദരൻ, നല്ല സുഹൃത്ത്, ഒരു നല്ല മനുഷ്യൻ, എല്ലാവരോടും കരുണയും സ്നേഹവുമുള്ള ഒരാൾ എന്നതാണ് എനിക്ക് തോന്നുന്നത് മൂലയിലച്ഛൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട മികവ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വലിയൊരു സൗഹൃദ കൂട്ടായ്മയുടെ ചരിത്രം അവിടെ തുടങ്ങുന്നു. മൂലയിലച്ഛനോടൊപ്പം 1968 ആ സെമിനാരി അങ്കണത്തിലേക്ക് കടന്നെത്തിയവർ ആ സൗഹൃദവും സ്നേഹവും അതിൻ്റെ തീഷ്ണത തെല്ലും ചോരാതെ ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. സഭയിലും സമൂഹത്തിലും വ്യക്തമായ ഇടപെടലുകളിലൂടെ ശ്രദ്ധയാകർഷിച്ച ഏറെ പ്രമുഖർ ആ സംഘത്തിലുണ്ട്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, MST സഭയുടെ സുപ്പീരിയർ ജനറൽ ഫാദർ കുര്യൻ അമ്മനത്തുകുന്നേൽ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ
തിരുവനന്തപുരം കൊല്ലം റീജിയണൽ വികാരി ജനറൽ ഫാദർ മാണി പുതിയിടം, ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ ഫാദർ ജിയോ പുളിക്കൽ തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. ഞങ്ങളുടെ ബാച്ചിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം, ആ ബാച്ചുകാർ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമുണ്ടെന്നുള്ളതാണ്. ആ ബന്ധം ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നിലനിർത്തി പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ ആ ബാച്ചിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളുമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ളൊരു വലിയ പ്രത്യേകത, ഞങ്ങൾ അച്ഛനായ ആ വർഷം മുതൽ ഒരിക്കലും മുടങ്ങാതെ എല്ലാ വർഷവും ഞങ്ങളുടെ ബാച്ച് ഗാദറിങ് നടത്തുമെന്നുള്ളതാണ്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും നിവൃത്തിയുണ്ടെങ്കിൽ, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ അതിൽ സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ ബാച്ച് ഗാദറിങ് നടത്തി. അതിൽ സുഖമില്ലാത്തൊരച്ഛന് വരാൻ പറ്റിയില്ല. പിതാവിന് ഈ ഇടയ്ക്ക് കാനഡയിൽ പോയിട്ട് വന്നേ ഉള്ളത് കൊണ്ട് പിതാവിനും വരാൻ പറ്റിയില്ല. പിന്നെ വേറൊരച്ഛന് വരാൻ പറ്റിയില്ല. അങ്ങനെ 3-4 പേര് ഒഴികെ ബാക്കി എല്ലാവരും വന്നു. അപ്പോൾ വളരെ ഒഴിച്ചുകൂടാൻ വയ്യാത്തതിലും പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിലേ പിതാവ് പോലും ഒഴിവാകാറുള്ളൂ. നിങ്ങളുടെ പഠന കാലഘട്ടത്തെ ഒന്ന് ഓർത്തെടുക്കാം. അപ്പം പഠന കാലഘട്ടം മുതൽ ഞങ്ങൾ തമ്മിലുള്ള ആ നല്ല ബന്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞങ്ങൾ സെക്കൻഡ് ഇയർ ഫിലോസഫിയിലായിരുന്ന കാലത്ത് മുതലാണ് അവിടെ സെമിനാരിയിൽ ബാച്ചുകാർ തമ്മിൽ നാടക മത്സരം നടത്തുന്ന പരിപാടിയുണ്ടായി. അപ്പോൾ ആദ്യത്തെ നാടക മത്സരത്തിൽ ഞങ്ങളന്ന് സെക്കൻഡ് ഇയർ ഫിലോസഫി ആയിട്ടുള്ളൂ, 4th ഇയർ തിയോളജി വരെ ഉണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ ഞങ്ങളുടെ ബാച്ചിനാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഞാനൊക്കെ അതിനകത്ത് അഭിനയിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വളരെ നന്നായിട്ട്, വളരെ കോഡിലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾ ബാച്ചുകാർ തമ്മിൽ കാത്തു പാലിക്കുന്നുണ്ടായിരുന്നു. അച്ഛനായതിനു ശേഷമാണെന്നൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഗാദറിങ്ങൊക്കെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ആ കോഡിയാലിറ്റിയാണ്, എല്ലാവരും തമ്മിലുള്ള നല്ല ബന്ധം. ഫാദർ ചാക്കോ പുതിയാമർമിലാണ് ഞങ്ങളുടെ സ്ഥിരം സെക്രട്ടറി. അദ്ദേഹം പിന്നെ എല്ലാവരെയും എവിടേക്ക് കാണുന്നൊരിക്കലും കണ്ടുപിടിച്ചോളും, ബന്ധപ്പെട്ടോളും, എങ്ങനെയും കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിച്ചോളും. അങ്ങനെ വളരെ നന്നായിട്ട് ആ ബാച്ചിൻ്റെ ബന്ധം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് എല്ലാവരും എന്നെ കാണാൻ വേണ്ടിയിട്ട് മലബാറിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് അസുഖമായതിന് ശേഷം ഞങ്ങളുടെ ഗാദറിങ് മിക്കവാറും മലബാറില്ല. അപ്പോൾ അവരുടെ ആ നല്ല മനസ്സുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവർക്കും ഇങ്ങോട്ട് ഇത്രയും ത്യാഗം കഴിച്ച് എൻ്റെ ഇരിക്കലോട് തന്നെ വരാനായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷം. തുടർന്നുള്ള മൂലയിലച്ഛൻ്റെ ജീവിത വീഥികൾ പ്രത്യേകമാംവിധമുള്ള ദൈവിക തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 1975 മഹാജൂബിലി വർഷത്തോടനുബന്ധിച്ച് 361 വൈദികർക്ക് റോമിൽ വെച്ച് മാർപ്പാപ്പയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക വ്യക്തി അദ്ദേഹമായിരുന്നു. അതേ തുടർന്ന് റോമിൽ ഉപരിപഠനം നടത്തുവാൻ സാധിച്ചതും അദ്ദേഹം ഏറെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. എന്നെ ഇങ്ങനെ റോമിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചത് കൊണ്ട് എനിക്ക് ആദ്യം റോമിൽ പോകുന്നതിലൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ഇപ്പം പട്ടം വെക്കുന്നതിൽ ഇപ്പം റോമിൽ പോയാലും അവിടെ കിട്ടിയാലും ഒന്നുപോലെയല്ലേ എന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടാവുക. അന്ന് ഞങ്ങളുടെ റെക്ടറായിരുന്നത് മോൺസിഞ്ഞോർ വാഴപ്പള്ളിയാണ്, സക്രിയാസ് വാഴപ്പള്ളിച്ചൻ. വളരെ സ്നേഹമുള്ളൊരു നല്ലൊരച്ഛൻ. അപ്പം സക്രിയാസ് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനെ റോമിൽ പോകണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല, വേറെ വല്ലവർക്കും ചാൻസ് കൊടുക്കുന്നേ കൊടുത്തോളാൻ പറഞ്ഞു. അന്നേരം അച്ഛനോട് ചോദിച്ചു, താനെന്ത് മണ്ടത്തിലോടെ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ട് താൻ വേണ്ടെന്ന് വെക്കുക, താൻ അതേക്കുറിച്ചൊന്നും പറയണ്ട, താൻ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ, ഞങ്ങൾ വളരെ വിശുദ്ധനായ മങ്കുഴിക്കലിച്ചനായിരുന്നു. മങ്കുഴിക്കലിച്ചനോട് ഞാൻ പോയി പറഞ്ഞു, അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മങ്കുഴിക്കലിച്ചൻ പറഞ്ഞു, ബ്രദറെ, ഇങ്ങനൊരു ചാൻസ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബ്രദറിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് തമ്പുരാൻ്റെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് ബ്രദർ അത് വേണ്ടെന്ന് വെക്കരുത്, ബ്രദറെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് പോയി. അങ്ങനെ ജൂൺ 29-ാം തീയതി 1975 ജൂൺ 29-ന് മാർപ്പാപ്പായിൽ നിന്ന് പട്ടം സ്വീകരിച്ചു. അപ്പോൾ ജീവിതത്തിലെ വലിയൊരു സന്തോഷകരമായ അനുഭവമായിരുന്നു വാസ്തവത്തിൽ അത്. പട്ടം കഴിഞ്ഞിട്ട് എനിക്ക് സ്വാഭാവികമായിട്ട് അവിടെ പഠിക്കാനായിട്ട് സ്കോളർഷിപ്പ് കിട്ടാൻ പ്രയാസമായിരുന്നു. കാരണം
അന്നത്തെ നിയമം അനുസരിച്ച് കോർഡിനേഷൻ കഴിഞ്ഞ് 1 വർഷമെങ്കിലും പാസ്റ്റൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ സ്കോളർഷിപ്പ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പാസ്റ്റൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ അഡ്മിഷൻ തരാൻ പ്രയാസമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട തൂങ്കുഴി പിതാവ് ആടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിതാവ് കോൺഗ്രിഗേഷനിൽ പോയി പറഞ്ഞ് ഞങ്ങളുടെ പുതിയ രൂപതയാണ്, ഞങ്ങൾക്ക് അച്ഛന്മാരില്ല, ഞങ്ങൾക്കിങ്ങനെ പണം കൊടുത്ത് അച്ഛന്മാരെ ഇങ്ങനെ പഠിക്കാൻ വിടാനായിട്ടൊന്നും എളുപ്പമല്ല. അപ്പോൾ ഈ ഒരാൾ വന്നപ്പോൾ അയാൾക്ക് ആ ചാൻസ് കൊടുത്താൽ അതൊരു ഉപകാരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പിതാവ് റെക്കമെൻഡ് ചെയ്തത് കാരണം ലൈസൻഷ്യേറ്റ് ചെയ്യാൻ മാത്രം ഉള്ള സ്കോളർഷിപ്പും അനുവാദവും ഒക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഡമൻഷിനോ കോളേജിൽ താമസിച്ചുകൊണ്ട് ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ സ്പിരിച്വൽ തിയോളജി ആധ്യാത്മിക ശാസ്ത്രത്തിൽ ലൈസൻഷ്യേറ്റ് ചെയ്തു. എത്ര വർഷം ഉണ്ടായിരുന്നു? 2 വർഷം കൊണ്ട് ലൈസൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഓർഡിനേഷൻ കഴിഞ്ഞായതുകൊണ്ട് എനിക്കൊരു 2-3 മാസം ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ആ അവസരത്തിൽ ഞാൻ പെറൂജിയയിൽ പോയി ഇറ്റാലിയിൽ പഠിച്ചു. 2 മാസം ഇറ്റാലിയിൽ പഠിച്ചു. 1977 റോമിലെ വിദ്യാഭ്യാസത്തിനു ശേഷം ബഹുമാനപ്പെട്ട മൂലയിലച്ചൻ തിരിച്ചു നാട്ടിലെത്തി. തുടക്കത്തിൽ ചുങ്കക്കുന്നിൽ അസിസ്റ്റന്റ് വികാരിയും അതിനുശേഷം ചെന്നലോട് വികാരിയുമായി ചുമതലയേറ്റിരുന്നുവെങ്കിലും അധികം താമസമില്ലാതെ തന്നെ അദ്ദേഹം മാനന്തവാടി മൈനർ സെമിനാരിയുടെ റെക്ടർ സ്ഥാനം ഏറ്റെടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട തൂങ്കുഴി പിതാവിൻ്റെ മൂലയിലച്ചനോടുള്ള ഉറച്ച വിശ്വാസവും സ്നേഹവുമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അത്തരമൊരു വലിയ ദൗത്യം ഏൽപ്പിക്കപ്പെടാൻ കാരണമായത്. തൂങ്കുഴി പിതാവിൻ്റെ ബോധ്യം തികച്ചും ശരിയായിരുന്നു എന്ന് മാത്രമല്ല, മൂലയിലച്ചൻ തന്നെയായിരുന്നു ആ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനെന്നും കാലം തെളിയിച്ചു. 10 വർഷം നീണ്ട സെമിനാരി ജീവിതത്തിനിടയിലുള്ള 100 കണക്കിന് വിദ്യാർത്ഥികളായ വൈദികർ അതിന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട റെക്ടർസനായിരുന്നു ബഹുമാനപ്പെട്ട ജോർജ് മൂലയിലച്ചൻ. അച്ഛൻ്റെ ഒരു റെക്ടർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാവരെയും ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാനന്തവാടി രൂപതയുടെ മൈനർ സെമിനാരിയുടെ റെക്ടറായിരിക്കുന്ന അവസരത്തിൽ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഘടകങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മൂലയിലച്ചൻ ഞങ്ങളുടെ റെക്ടറായിരുന്ന അവസരത്തിൽ അച്ഛൻ്റെ ലാളിത്യം, അതുപോലെ തന്നെ അധികാരികളോടുള്ള വിധേയത്വം, ഞങ്ങൾക്ക് പരിശീലനം നൽകുവാൻ വേണ്ടി എല്ലാ മേഖലകളിലും ഞങ്ങളോടൊപ്പം അച്ഛനുണ്ടായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും അഭിനയം, കളി, എല്ലാ മേഖലകളിലും കടന്നു വന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ മനസ്സ് കാണിച്ചൊരു നല്ല വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മൂലയിലച്ചൻ. അതുപോലെ തന്നെ അച്ഛൻ സെമിനാരിയിലേക്ക് സ്വീകരിച്ചിരുന്നത് വലിയ പഠന നിലവാരമുള്ള വ്യക്തികളെ ആയിരുന്നില്ല. എല്ലാവരെയും സ്വീകരിക്കാൻ അച്ഛൻ മനസ്സുണ്ടായിരുന്നു. എന്നിട്ട് നല്ല പരിശീലനം നൽകുക, അതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. അതോടൊപ്പം കുറേ മിഷൻ രൂപതകളിലെ വൈദിക വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്കൊക്കെ പരിശീലനം നൽകുന്നതിനുമൊക്കെ ബഹുമാനപ്പെട്ട മൂലയിലച്ചൻ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ ആയിരിക്കുമ്പോൾ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ട തരത്തിലുള്ള പരിശീലനം നൽകുവാൻ എനിക്ക് ഏറ്റവും നല്ല മാതൃകയായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മൂലയിലച്ചൻ. കുട്ടികളോടുകൂടി എപ്പോഴും ആയിരിക്കുക. പ്രത്യേകിച്ചും അച്ഛൻ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനാ സമയത്ത് ചാപ്പലിലുണ്ടാവും. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ ഞങ്ങളോടൊപ്പം കടന്നു വരും. അങ്ങനെ ഇപ്പോഴും കുട്ടികളോടൊപ്പവും എനിക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് അച്ഛനിൽ നിന്നുള്ള സ്വാധീനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മാനുഷിക മൂല്യങ്ങളിൽ അവർ വളരണമെന്ന് അച്ഛനെപ്പോഴും താല്പര്യമുണ്ടായിരുന്നു. അതനുസരിച്ച് അവരുടെ രൂപീകരണത്തിൽ അച്ഛനെപ്പോഴും ഉന്നതമായ ആദർശങ്ങളും മൂല്യങ്ങളുമൊക്കെ പകർന്നു നൽകുവാനായിട്ട് പ്രയത്നിച്ചിട്ടുമുണ്ട്. ഓരോ ഘട്ടത്തിലും അച്ഛൻ വിദ്യാർത്ഥികളെ നന്നായിട്ട് ഒരുക്കുമായിരുന്നു. ഞങ്ങൾ അവധിക്കാലത്ത് വീടുകളിൽ പോകുന്നതിന് മുമ്പ് അവധിക്കാലം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തരുമായിരുന്നു. അച്ഛൻ അന്ന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. വെക്കേഷൻ ഈസ് ആൻ ഒക്കേഷൻ ടു ടെസ്റ്റ് യുവർ വൊക്കേഷൻ. അവധിക്കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവവിളിയെ പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് എന്ന്. അതായത് ഒരു വൈദിക വിദ്യാർത്ഥി, ഒരു സെമിനാരി വിദ്യാർത്ഥി എങ്ങനെ പെരുമാറണമെന്നാണ് അച്ഛൻ അതിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചത്. മൂലയിലച്ചൻ്റെ പ്രവർത്തന വീതിയിൽ താരതമ്യേന കുറഞ്ഞ കാലങ്ങളെ അദ്ദേഹം ഒരു ഇടവക വികാരി എന്ന സ്ഥാനം അലങ്കരിച്ചിരുന്നുള്ളൂവെങ്കിലും ആ കാലത്തു തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായ ഇടപെടലുകളും പ്രവർത്തന മികവുകളും
ശ്രദ്ധേയമായിരുന്നു. അച്ഛൻ പ്രവർത്തിച്ച കല്ലോടി, നടവയൽ, മണിമൂളി തുടങ്ങിയ ഫൊറോനകളിലെ ഇടവകാംഗങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ്. ആ കാലങ്ങളിൽ തന്നെ ചില സന്യാസിനി സമൂഹങ്ങൾക്കു വേണ്ടിയുള്ള പരിശീലനങ്ങൾക്കായും അദ്ദേഹം സമയം കണ്ടെത്തി. ചെന്നരോട് ഞാൻ ഏതാണ്ട് 1.5 കൊല്ലത്തിൽ ചെല്ലാനുണ്ടായിരുന്നു. ചെന്നരോട് അത് ആദ്യത്തെ വികാരിയായി ചെന്ന സ്ഥലം അതാണ്. ഈ ചെന്നരോടിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നിയൊരു അനുഭവം, ഞാനവിടെ അന്ന് അക്കാലത്തൊക്കെ അധികം പതിവില്ലാത്തൊരു കാര്യമാണ് രോഗികൾക്കും വൃദ്ധർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം ചിലവഴിക്കുക, അവർക്ക് ഉപസാരിക്കാനും കുർബാനയ്ക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു ദിവസം രോഗീജനമായിട്ടൊക്കെ ആചരിക്കുക എന്നുള്ള പതിവ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം തൂങ്കുഴിപ്പിതാവിനെയും അതോടൊപ്പം ആ ഇടയ്ക്ക് പാടർബോണിലെ ആർച്ച് ബിഷപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാടർബോണിലെ ആർച്ച് ബിഷപ്പിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു രോഗീജനം ആചരിച്ചു. അപ്പോൾ ആ രോഗീജനം ആചരിച്ച അവസരത്തിൽ രോഗിയായ ഒരു റിട്ടയേർഡ് അധ്യാപകന്, അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം കുറേ തളർന്നു പോയായിരുന്നു. കഷ്ടിച്ച് എഴുന്നേറ്റ് നിൽക്കാം, അത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഒരു നന്ദി പറഞ്ഞു, പിതാക്കന്മാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഇന്ന് എന്നൊക്കെ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് ഞാൻ കൂടുതൽ വില കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആൾ നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ പള്ളിയോടും അച്ഛന്മാരോടൊന്നും അത്ര വലിയ ആഭിമുഖ്യം എന്നുള്ള കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും മനോഹരമായിട്ട് ദൈവവിശ്വാസത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു, ഞാൻ അത് രോഗിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ വഴിയോടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ വീട്ടിൽ കയറും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കയറും. അങ്ങനെ ആദ്യം അദ്ദേഹത്തിന് എന്നോട് വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ അടുപ്പമായി. പ്രത്യേകിച്ച് രോഗിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമമായി. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം, സാന്നിധ്യവും അച്ഛന്മാരുടെ സാന്നിധ്യം ആളുകളെ എത്രമാത്രം വ്യത്യാസപ്പെടുത്തുന്നു, അവരുടെ ചിന്താഗതിയിൽ എന്തുമാത്രം മാറ്റം വരുത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും. മാനന്തവാടി രൂപതയിലെ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ഏറെ മഹത്തായൊരു സംരംഭമാണ് നടവയലിൽ സ്ഥിതി ചെയ്യുന്ന ഒസാനാം ഭവൻ എന്ന അഗതി മന്ദിരം. മൂലയിലച്ചൻ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ആത്മീയ ഉപദേഷ്ടാവും നടവയൽ ഫൊറോന വികാരിയുമായിരുന്ന കാലഘട്ടത്തിലാണ് ഒസാനാം ഭവനു വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിക്കപ്പെടുന്നതും ആ സ്ഥാപനം ഇന്നത്തെ അവസ്ഥയിലേക്ക് വളരുന്നതും. സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കൊപ്പം കൈമേയ് മറന്ന് പ്രവർത്തിക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അച്ഛൻ്റെ പങ്ക് അതിൽ വളരെ വലുതായിരുന്നു. അവസാനം ഭവൻ തുടങ്ങിയിട്ട് ഏതാനും വൃദ്ധരെ അവസരമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു റെൻ്റഡ് ഹൗസിലാണ് താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരു ചേട്ടൻ്റെ പഴയ വീടാണ്. അപ്പോൾ ഞാൻ വിളിച്ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ എൻ്റെ അരികെ വന്ന് വെച്ച് പറഞ്ഞു, അച്ഛാ, ആ വിൻസെൻ്റ് പോളുകാർ എൻ്റെ വീട് വാടകയ്ക്കെടുത്തു, പക്ഷേ അവർ അത് ഇപ്പം വിട്ടുതരുന്ന ലക്ഷണം കാണുന്നില്ല, സമയമാകാൻ പോകുന്നു, അവർ വേറെ സ്ഥലവും മേടിച്ചിട്ടില്ല, കെട്ടിടവും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ എനിക്ക് എൻ്റെ വീട് തിരിച്ചു കിട്ടാനായിട്ട് പ്രയാസമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് അച്ഛനെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആലോചിച്ചു, അതായത് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇടവകയിലെ ആളുകളോടൊക്കെ ഇതേക്കുറിച്ച് പറഞ്ഞു, പള്ളിയിൽ അനൗൺസ് ചെയ്തു. ഇങ്ങനെ അവസാന ഭവൻ്റെ കാര്യത്തിൽ മറ്റു വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടമൊക്കെ ഉണ്ടാകുന്ന കാര്യമൊക്കെ അതുപോലെ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ, കുറേ അധികം പൈസ ആവശ്യമുള്ള കാര്യമാണ്. ആ ഇടവകയിലെ വിൻസെൻ്റ് പോൾ സഖ്യത്തിൽപ്പെട്ട ആൾക്കാർ വളരെ സഹകരണ ബുദ്ധിയുള്ളവരായിരുന്നു. മിക്കവാറും പല സ്ഥലങ്ങളിലും പോയി ഒരുപാട് പേരെ കണ്ടു, ഇടവക്കാരെ കണ്ടു, അങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് സഹായമൊക്കെ സ്വീകരിച്ചു. ആ ഇടവകയിൽ തന്നെയുള്ള ഒരു സ്നേഹിതന് കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് മേടിച്ചു തന്നു.
അദ്ദേഹം അതിനുള്ള പൈസ തന്നു. അപ്പോൾ അങ്ങനെ ആ സ്ഥലം മേടിച്ചു, അവിടെ ഒരു കിണർ കുഴിച്ചു, പിന്നെ ഒരു കെട്ടിടം പണിതു. അപ്പോൾ ആ കെട്ടിടമൊക്കെ പണിത് മറ്റേ ദേവാസികളെയൊക്കെ അവിടെ കൊണ്ട് പാർപ്പിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തമ്പുരാൻ കൃപ തന്നു. അപ്പം വിൻസെൻ്റ് ഇപ്പോഴുകാർ സഹകരിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ഇടവകയിലുണ്ടായിരുന്ന വിൻസെൻ്റ് ഇപ്പോഴുകാരും അതുപോലെ ആ ഇടവക്കാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത അനുഗ്രഹീതനായൊരു ശുശ്രൂഷകൻ തൻ്റെ ജീവിത വീഥികളിലെന്നും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നതിൽ തൽപരനായിരിക്കും. തൻ്റെ കൺമുന്നിലൂടെ കടന്നുവരുന്നവരുടെ കണ്ണീരൊപ്പാനും അവർക്കാശ്വാസമേകാനും ദൈവം പ്രത്യേകമായി നൽകുന്ന ഒരു ഹൃദയം അവരിലുണ്ടാകും. മൂലയിലച്ഛൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാകുന്നു. വചനപ്രഘോഷണത്തിലൂടെയും കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെയുമെല്ലാം അനേകർക്ക് ആശ്വാസം നൽകിയിരുന്നതിനൊപ്പം തൻ്റെ സുഹൃത്തുക്കൾക്കും പലപ്പോഴും ആശ്വാസമായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തികഞ്ഞ ആത്മാർത്ഥത, യാതൊരു കലർപ്പും അതിലില്ല. നമ്മുടെ സ്നേഹമാണെങ്കിൽ ശരിക്കും സ്നേഹമാണ്, നമ്മുടെ കൂടെ നിലകൊള്ളും. അപ്പം ഈ മൂലയച്ഛന് സഭയോടൊത്തും വൈദിക മേലധ്യക്ഷനോടൊത്തുമൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഞാൻ മാനന്തവാടിയിൽ ഒരു പ്രാവശ്യം ഞാൻ വൈദികരെ ക്ഷണിച്ചു. നിങ്ങൾക്ക് എന്നെക്കുറിച്ച്, നിങ്ങളുടെ മെത്രാനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഇഷ്ടംപോലെ നിങ്ങൾക്ക് എന്നെ വിലയിരുത്താം, വിമർശിക്കാം എന്ന് പറഞ്ഞപ്പോൾ കുറേ അച്ഛന്മാർ മുന്നോട്ട് വന്ന് എൻ്റെ പല പോരായികളൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നു. ചിലരൊക്കെ ഒരുപക്ഷെ സ്വല്പം കഠിനമായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വാസ്തു എനിക്കെന്തോ പ്രയാസമുണ്ടായെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ മുറിവേൽക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ മൂലച്ചനെ ആ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. അച്ഛൻ എന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും അച്ഛൻ ഒത്തിരിയേറെ പ്രയാസമാണെന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നിർവ്യാജ്യമായ സ്നേഹം അറിയിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അത്രയ്ക്കൊരു വിശ്വസ്തതയുള്ള ഒരു നല്ല സുഹൃത്തും ആയിട്ടുള്ളൊരു അച്ഛനായിട്ടാണ് ഞാൻ മൂലച്ചനെ കാണുന്നത്. ഈ വിവിധ തസ്തികകൾക്കിടയിലും അച്ഛനൊരു ധ്യാനഗുരുവായി, ക്ലാസ് എടുക്കുന്ന ഒരാളായി സേവനം അനുഷ്ഠിക്കുമായിരുന്നല്ലോ. അതേക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? മൈനസ് സെമിനാരിലായിരുന്ന കാലത്ത് മുതൽ എന്ന് പറഞ്ഞാൽ മൈനസ് സെമിനാരി ഡയറക്ടറായിരുന്ന കാലത്തൊക്കെ ധ്യാനിപ്പിക്കാനൊക്കെ പോകാറുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പിന്നെ കരിസ്മാറ്റിക് ധ്യാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അത് കഴിഞ്ഞിട്ടാണ്. ഞാൻ 4 വർഷം കല്ലോടി ഫൊറോന വികാരിയായിരുന്നു. അതിനുശേഷം പാസ സെൻറ്ററിലേക്ക് വന്ന കാലത്ത്, അപ്പോൾ അങ്ങനെ അക്കാലത്താണ് തൂങ്കുഴി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏതാനും അച്ഛന്മാർ കുളത്തോയിൽ വന്ന് ധ്യാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുമായിരുന്നു, അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയെന്ന് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ ഞങ്ങളൊരു ടീമായിട്ട് ധ്യാനം തുടങ്ങിയാലോ, മാനന്തവാടി രൂപതയിൽ അതൊരു നല്ല കാര്യമായിരിക്കില്ലേ, കരിസ്മാറ്റിക് ധ്യാനം. അപ്പം ഇപ്പോഴത്തെ ഞള്ളക്കാട്ട് പിതാവ് അന്ന് പാസ സെൻ്ററിൻ്റെ ഡയറക്ടറായിരുന്നു ജോർജ് ഞള്ളക്കാട്ടച്ചൻ. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് ധ്യാനമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇപ്പോൾ ക്ലാസ് എടുക്കുകയും ധ്യാനം നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ടൊക്കെ വരുമായിരുന്നു. കൗൺസിലിങ്ങിന് പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ട് വരുമായിരുന്നു. അങ്ങനെ പലരെയും സഹായിക്കാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്കു ശേഷം 2004 അഭിവന്യ മാർ ജോസ് പൊരുന്നടം പിതാവ് മാനന്തവാടി രൂപതയുടെ ഇടയനായി സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹവും മൂലയിലച്ഛനെ തൻ്റെ വിശ്വസ്തനായി പരിഗണിച്ചു. രൂപതയിലെ മറ്റു വൈദികരുമായുള്ള അദ്ദേഹത്തിൻ്റെ നല്ല ബന്ധവും സ്വതസിദ്ധമായ മറ്റെല്ലാ സദ്ഗുണങ്ങളും ആ മേഖലയിലും പ്രശോഭിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ഞാനിവിടെ 2004 രൂപത മെത്രാനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം നടവയൽ ഫൊറോന ഇടവകയുടെ വികാരിയായിരുന്നു. അതിനുശേഷം അധികം താമസിയാതെ അദ്ദേഹത്തെ മണിമൂളി ഇടവകയുടെ ഫൊറോന ഇടവകയുടെ വികാരിയാക്കുകയും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ രൂപീകൃതമായ മണിമൂളി നിലമ്പൂർ റീജിയൻ്റെ സിൻചെല്ലൂസ് ആക്കുകയും ചെയ്തു. ഈ 2 തസ്തികകളിലും വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്തത്.
മണിമൂളി നിലമ്പൂർ റീജിയനിലായിരുന്നപ്പോൾ ആ റീജിയനിലുള്ള ഇടവകകളുടെയും സ്ഥാപനങ്ങളുടെയും വൈദികരുടെയും എല്ലാം കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തുകയും സമയാസമയങ്ങളിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ എന്നെ അറിയിക്കുകയും വിശദീകരണം ആവശ്യമുള്ളപ്പോൾ ചോദിക്കുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ റീജിയൻ്റെ ഭരണം വളരെ നല്ല രീതിയിൽ അച്ഛൻ നിർവഹിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നെ അദ്ദേഹത്തെ ഇങ്ങോട്ട് വികാരി ജനറാളായിട്ട് ഞാൻ വിളിച്ചത്. വികാരി ജനറാൾ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സേവനം ഏറെ സ്തുത്യർഹമായിരുന്നു. വികാരി ജനറാളിനെ കുറിച്ച് പറയും, അദ്ദേഹം ബിഷപ്പിൻ്റെ നിഴലാണെന്ന് പറയും. ഏതാണ്ട് അതേ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ഒരേ സമയം ഒരു ആധ്യാത്മിക മനുഷ്യനും അതേസമയം ഭരണകാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. പിൽക്കാലത്ത് സഹനത്തിൻ്റെയും വേദനയുടെയും മാർഗത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുവാനും തൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്തു നിർത്തി ലോകത്തിന് അനുഗ്രഹമാക്കി തീർക്കുവാനും കർത്താവ് തിരുമനസ്സാകുന്നതിനു മുൻപ് തന്നെ മൂലയിലച്ഛൻ്റെ ജീവിതം സവിശേഷമായ കൃപാസമൃദ്ധിയാൽ സമ്പന്നമായിരുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ മനസ്സാകുന്ന ഓരോരുത്തരിലൂടെയും അവിടുന്ന് ധാരാളമായ അനുഗ്രഹങ്ങൾ ലോകത്തിലേക്ക് ചൊരിയുന്നു എന്നതിന് അച്ഛൻ്റെ ജീവിതം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഒപ്പം ദൈവത്തിൻ്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിന് മുന്നിൽ പൂർണ്ണ വിധേയത്വത്തോടെ തലകുനിക്കുവാൻ ഈ ജീവിതം ലോകത്തിനു മുന്നിൽ പ്രചോദനവുമായി മാറുന്നു. അപ്പോൾ ഇതുപോലെ കർത്താവിന് വേണ്ടി സഹിക്കാനുള്ള വിളി അനേകം പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാനും അത് സ്വീകരിക്കാനും കഴിയുമ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും സഹനവും ആ മാതൃകയും എല്ലാം തീർച്ചയായിട്ടും വലിയൊരു മിഷൻ സന്ദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും അനുകരിക്കാവുന്ന, എല്ലാവരും പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുള്ളതെങ്കിലും ആ നല്ല ഭയങ്കരമായിട്ടുള്ള വേദന രൂപപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എനിക്കിത് സഹിക്കാൻ പറ്റുമോ, ഇതുപോലെയൊക്കെ വേദന തന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്.